സഹോദരൻ്റെ മരണം മത്സരം കുറയ്ക്കുമെന്ന് പറയുന്ന പുത്തൻ കരിയറിസത്തിൻ്റെ കാലത്ത് മത്സരം എന്ന വാക്കിൻ്റെ നിരുക്തം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചിലതുണ്ട്. അതും നമ്മുടെ ബോധവികാസവുമായി ബന്ധപ്പെട്ടതാണ്. ഭാരതീയ തത്വവിചാരത്തിൽ മത്സ്യത്തിൻ്റെ ഭാവമാണത്രേ മത്സരം. അത് പ്രത്യേകം പറയാൻ കാരണം ദശാവതാരങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. എവല്യൂഷൻ ഓഫ് ലൈഫിൻ്റെ വിശദീകരണമായിട്ടാണ് പൊതുവെ കുറെ കൂടി അറിവുള്ളവർ അതിനെക്കുറിച്ച് പറയാറുള്ളത്. ദശാവതാരങ്ങളിൽ ആദ്യത്തേത് മത്സ്യമാണ്. പിന്നെ കൂർമ്മം, വരാഹം, നരസിംഹം, വാമനം ഇങ്ങനെ തുടരുന്നു. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ മാത്രം ജീവിക്കാൻ കഴിവുള്ളതാണ് മത്സ്യം. കരക്കിട്ടാൽ അത് പിടഞ്ഞില്ലാതാകും. ചില മനുഷ്യരും അങ്ങനെയാണ്. അവരുടെ മാത്രം ശരികളിലും ധാരണകളിലും തെറ്റിദ്ധാരണകളിലും ജീവിക്കാൻ ശേഷിയുള്ളവർ. അതിന് പുറത്ത് ഒരാകാശത്തേക്ക്, അതിന് പുറത്ത് ഒരനുഭവത്തിൻ്റെ വൻകരയിലേക്ക് മാറി ചിന്തിക്കുവാനോ നിലനിൽക്കുവാനോ പറ്റാത്തവർ. അത് ബോധത്തിൻ്റെ ഏറ്റവും ചെറിയ തലം എന്ന നിലയിലാണ് വിവക്ഷിക്കുക. അവിടെയാണ് മത്സരം. അതിൽ നിന്ന് കുറെ കൂടി ഉയർന്നതാണ് കൂർമ്മം. കൂർമ്മം എന്നാൽ ആമയാണ്. വെള്ളത്തിലാണ് താമസം, പക്ഷെ മുട്ടയിടാൻ കരയിൽ വരും. ഇത്തിരി കൂടി പുരോഗതി വരാഹത്തിലുണ്ട്. ഇത് കരയിലാണ് താമസം, എന്നാൽ നനവുള്ള ചെളിയുള്ള ഇടങ്ങളിലും സമയം ചെലവിടുന്നു. അതിനുശേഷമാണ് പാതി മൃഗവും പാതി മനുഷ്യനുമായിട്ടുള്ള നരസിംഹം. അതിനുശേഷം ദ പ്രോട്ടോടൈപ്പ് ഓഫ് മാൻ എന്ന വാമനൻ, കുറിയ മനുഷ്യൻ. ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും മത്സരം അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളിനിയും ബോധവികാസത്തിൻ്റെ ആദ്യത്തെ പടിയിലാണ് സഖേ നിൽക്കുന്നത് എന്ന് തന്നെയാണ്. ആദരവോടെ.